അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിൽഷാദ് യാത്ര ടുഡേ ഒരു സഞ്ചാരി എന്ന നിലയിൽ ഇത്തരം വലിയൊരു പരിപാടിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലുപരി അഭിമാനമുണ്ട്. ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ വന്ന് സംവദിച്ച ഒരു പരിപാടിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ അതിയായ സന്തോഷമറിയിക്കുന്നു. എൻ്റെ യാത്രകളിൽ എനിക്ക് ആധാരമായിട്ടുള്ള പല കാര്യങ്ങളും അനുഭവങ്ങളും ഫ്യൂച്ചറുമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ യാത്രാ മേഖലകളിലും വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ പലയിടങ്ങളിലും കയറി വരുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യണമെന്നില്ല അത് മനസ്സിലാക്കാൻ. ഒന്ന് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് ഉണ്ടായാൽ മാത്രം മതി. കാര്യം നമ്മൾ ലിറ്ററേസി റേറ്റിൽ കേരളം എത്രത്തോളം മുന്നിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ പുറത്തൂടെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൂടെയൊക്കെ സഞ്ചരിക്കണം എന്നിങ്ങനെ പറയാറുണ്ട്. സത്യമാണത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ യാത്രകളിൽ എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ കൊണ്ട് നഷ്ടപ്പെട്ടതും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കിട്ടിയതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് 15-20 മിനിറ്റ് ഒന്നും മതിയാകാതെ വരും. ചുരുക്കം ഇത്രയേ ഉള്ളൂ. സാധ്യതയുള്ളത് എഡ്യൂക്കേഷനിൽ മാത്രമാണ്. ഞാൻ ഏറെ നാളായി ആഫ്രിക്കൻ സെക്ടറിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയൊക്കെ നമുക്കറിയാം, ഇന്ത്യയെ പോലെ തന്നെ ഏറെക്കാലം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരൊക്കെ അവരുടെ കോളനിയാക്കി വെച്ചിട്ടുള്ള വെറും കോളനികളായിരുന്നു ആഫ്രിക്കൻ്റെ പല മേഖലകളിലും. ഇത്തരം നാടുകളൊക്കെ മെയിനായിട്ട് ഈ വെസ്റ്റേണേഴ്സ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയുള്ള സോഴ്സുകൾ ധാതുക്കളെല്ലാം എടുത്തുകൊണ്ടാൻ വേണ്ടി. ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർ ഏറെക്കാലം നമ്മുടെ നാട് ഭരിച്ചു, ഫ്രഞ്ചുകാർ ഭരിച്ചു, വെള്ളക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അറബ്സ് അതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ നമ്മുടെ നാട്ടിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ പണിതു, നല്ല റോഡ് ഉണ്ടാക്കി, പാലമുണ്ടാക്കി, നല്ല റെയിൽ പാളങ്ങൾ ഉണ്ടാക്കി. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കണിക പോലും എവിടെയും അവർ ബാക്കി വെച്ചിട്ടില്ല. കാരണം വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട് വളരും, ഈ നാട് നന്നാകും എന്നുള്ളത് പൂർണ്ണമായ ബോധ്യമുള്ളവരായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നമുക്ക് തരാത്ത പോലെ തന്നെ ആഫ്രിക്കയിൽ എവിടെയും വിട്ടുകൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിക്കടിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സോഴ്സുകളിൽ ഏറ്റവും വാല്യൂബിളായിട്ടുള്ള സോഴ്സുകളത് ആഫ്രിക്കയിലാണ്. ഏറ്റവും കൂടുതൽ ആരോഗ്യവാന്മാരായിട്ടുള്ള മനുഷ്യരുള്ളത് ആഫ്രിക്കൻ സെക്ടറിലാണ്. അപ്പം ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാകുമ്പം തീർച്ചയായിട്ടും ലോകം ഭരിക്കേണ്ടത് അവരായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഒന്നുമല്ലാതെയായിപ്പോയി എന്നുള്ളിടത്താണ് നമ്മുടെ ചോദ്യത്തിലുള്ള ഉത്തരം ആരംഭിക്കുന്നത്. ഈ നാടുകളൊക്കെ ഇത്തരം രാജ്യക്കാർ വന്ന് ഭരിച്ചിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസം എന്നൊരു സംഭവത്തിൻ്റെ കണിക പോലും ബാക്കി വെക്കാതെയാണ് തിരിച്ചു പോയിട്ടുള്ളത്. ഇപ്പം ബെൽജിയം, അതുപോലെ തന്നെ പോർച്ചുഗീസ്, ഫ്രഞ്ചുകൾ, ഈ 3 രാജ്യക്കാരാണ് മെയിനായിട്ട് ആഫ്രിക്കൻ സെക്ടറുകളൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവരാകെ കൊടുത്തുപോയൊരു സാധനം ഇവരുടെ ഭാഷ എന്നുള്ളതാണ്. ഇപ്പോഴും മയോട്ടെ, ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങൾ, ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യം മയോട്ട ഇപ്പോഴും ഫ്രഞ്ചുകാരുടെ കോളനിയാക്കി വെച്ചിരിക്കുകയാണ്. സംഭവം ഇത്രേ ഉള്ളൂ. വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക. ഇവർ വിദ്യ അഭ്യസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവർക്ക് അറിവുകളില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർ പഠിക്കൂല. ഇവരിൽ നിന്ന് നല്ല കുട്ടികൾ, അറിവുള്ള കുട്ടികൾ വളരൂല. അതുകൊണ്ട് ഇവരെ ഒരിക്കലും ലോകത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ ഈ സംഭവത്തിനെ തടയിട്ടു. അതുകൊണ്ട് ഇപ്പോഴും ഈ പട്ടിണി പാവങ്ങളായിട്ട് കിടക്കുന്നു. ഈ ബുറൂണ്ടിയും റുവാണ്ടയും ഒരേപോലെ ബെൽജിയത്തിൻ്റെ കീഴിൽ നിന്ന് സ്വതന്ത്രമായ 2 രാജ്യങ്ങളാണ്. ബുറൂണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായി മാറി. റുവാണ്ട ആഫ്രിക്കയിലെ സിംഗപ്പൂർ എന്നറിയപ്പെടുന്ന രാജ്യമായി മാറി. തൊട്ടടുത്ത് നിൽക്കുന്ന 2 ചെറിയ രാജ്യങ്ങളാണ്. സംഭവം ഇത്രേ ഉള്ളൂ. 2 നേതാവിൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്താകും എന്നതിൻ്റെ ഉത്തമ തെളിവാണത്. ഒരു നേതാവ് വിദ്യാഭ്യാസം കൊടുത്തു, രാഷ്ട്രത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, സ്കൂളുകൾ പണിയാൻ വേണ്ടി പല രാഷ്ട്രങ്ങളുമായിട്ട് കരാറുണ്ടാക്കി ആ രാജ്യത്ത് സ്കൂളുകൾ പണിതു, വിദ്യാഭ്യാസം കൊണ്ടുവന്നു. റുവാണ്ട ആഫ്രിക്കയുടെ സിംഗപ്പൂർ എന്നറിയപ്പെടുന്ന ഏറ്റവും വെൽത്തുള്ള, ഏറ്റവും ഫോർവേഡായി സഞ്ചരിച്ചു കൊണ്ടുവന്ന രാജ്യമായി മാറി. തൊട്ടപ്പുറം കിടക്കുന്ന രാജ്യമായ ബുറൂണ്ടി ലോകത്തിലെ ഏറ്റവും പട്ടിണി രാജ്യമായി മാറി. വർഷത്തിൽ 2500 രൂപ ഇന്ത്യൻ രൂപ മാത്രം മാസവരുമാനമുള്ള ഒരു ഗൃഹനാഥൻ
എങ്ങനെയാണ് പിന്നെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്? തന്നെ മോൻ വലുതാകുമ്പം ഒരു 9-10 വയസ്സാകുമ്പോൾ തന്നെ പിന്നെ നേരെ ഇറക്കി വിടുന്നത് പണിക്കാണ്. വിദ്യാഭ്യാസത്തിന് ഒരു സാധ്യതയില്ല. നമ്മൾ പോയിട്ട് പഠിക്കൂ അല്ലെങ്കിൽ സ്കൂളിൽ പോകൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കണം എന്താ, സ്കൂളിൽ പോയാൽ പൈസ കിട്ടില്ലല്ലോ, പൈസ വേണം, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എവിടെയെങ്കിലും പോയി തെണ്ടി തിരിഞ്ഞ് കുറച്ച് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണം എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന കുറേ മനുഷ്യർക്കിടയിൽ പോയിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു സമൂഹം 50, 100, 200 വർഷം കൊണ്ടും മാറാൻ പോകുന്നില്ല. പല നേട്ടങ്ങളും കൊയ്യാൻ സാധ്യതയുള്ള മേഖലയെ അവൾ തേടിപ്പിടിക്കാൻ ഒരിക്കലും ചിന്തിക്കില്ല. അവർക്ക് ദൈനംദിന ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. കാര്യം ഈ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മാത്രമാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൊസാംബിക് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും നോർത്ത് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റികളൊക്കെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയയാണ്. പല സമയങ്ങളിൽ കലാപങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നിങ്ങനെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നൊരു മേഖലയാണ്. ആ വഴി നമുക്ക് യാത്ര ചെയ്യാനൊന്നും ഇവർ അനുവദിക്കൂല പല സമയങ്ങളിലും. ഈ സ്ഥലത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഇവർ പറയുമ്പോൾ ചിലപ്പം മുസ്ലിം വിഭാഗക്കാരൊക്കെ ആയിരിക്കും, പക്ഷേ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ഒരു സനത് വഴി മാറി 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 വന്ന ഒരു സാധനം ഇങ്ങനെ എവിടെയോ കിടക്കുന്നത്. പേര് ചോദിക്കുമ്പം അത് ഒരു ഇസ്ലാമിക് ടച്ചുള്ള പേരായിരിക്കും, പക്ഷേ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറേ ആളുകൾ. ഇപ്പോൾ ഇവർ നേരിട്ട് എന്നോട് പറഞ്ഞ അനുഭവം എന്താ വെച്ചാൽ, ആരെങ്കിലും ഭക്ഷണം തരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നല്ല പുസ്തകം വാങ്ങി തരികയാണെന്നുണ്ടെങ്കിൽ മക്കളൊക്കെ പഠിക്കും, വേറെ ഒന്നും വേണ്ട. ഈ കുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കാനും അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിത്തരാനും ആരും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാം, എന്തിനും തയ്യാറാണെന്നുള്ളത്. പക്ഷേ ഇവിടേക്കൊക്കെ NGO അല്ലെങ്കിൽ ഖത്തർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റെഡ് ക്രസൻറ്റ് ഇവരുടെയൊക്കെ സഹായങ്ങൾ എത്തുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇവരുടെ കൈകളിലേക്കല്ല എത്തുന്നുള്ളതാണ്. ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവർക്കായിട്ടുള്ള ഫണ്ടുകളൊക്കെ ശേഖരിക്കുന്നത്. ഇതൊന്നും കറക്റ്റ് ഫൈനൽ ആളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വ്യക്തമായ കാര്യം. ഇതൊക്കെ ബിസിനസ്സായി മാറുകയാണ്. NGO ഒക്കെ കൊടുത്തുവിടുന്ന വസ്ത്രങ്ങൾ ആഫ്രിക്കയിൽ യൂസ്ഡ് വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വസ്ത്രങ്ങളാണ്. ഇത് ഉപയോഗിച്ച വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് പകുതി വിലയ്ക്ക് ഇവർക്ക് വിൽക്കുക. അപ്പം എങ്ങനെ ഇവരെ മുതലെടുക്കാൻ പറ്റൂ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ. ഇപ്പം ആഫ്രിക്കൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ ഈ കാണുന്ന പോരായ്മ അവർക്ക് സ്കൂളുകൾ കൊടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പം കുറേ ഭാഗങ്ങളിൽ സ്കൂളുകൾ വരാൻ തുടങ്ങി, അതിൻ്റെ മാറ്റം കാണാൻ തുടങ്ങി. ഏറ്റവും ആദ്യം ഇവർ ഭാഷ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലും ഒരു ബേസിക് സാധനം അറിയുന്നവൻ അവിടെ ഏറ്റവും വലിയ പണക്കാരനാണ്. ഇപ്പോഴും അതാണ് അവസ്ഥ. കാരണം ഏതെങ്കിലും ഒരു ട്രൈബൽ വില്ലേജിൽ നമ്മൾ അല്ലെങ്കിൽ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ നമ്മൾ എത്തിക്കഴിയുമ്പം ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലും ഒരു വാക്ക് അറിയുന്ന ആൾ നമ്മൾ അന്വേഷിക്കും. കാരണം നമുക്ക് ഗൈഡായി നിൽക്കാൻ വേണ്ടി അവർ ചോദിക്കുന്ന പണം നമ്മൾ കൊടുക്കാൻ തയ്യാറാവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 50 വർഷം മുമ്പുണ്ടായിരുന്ന സിസ്റ്റമാണിത്. അതായത് ഇംഗ്ലീഷ് അല്ല 50-100 മുമ്പ് ഇംഗ്ലീഷിന് എന്തെങ്കിലും 1-2 അക്ഷരം സംസാരിക്കാൻ അറിയുന്ന ആൾക്ക് നല്ല സാധ്യതകളുള്ള ആ ഒരു അവസ്ഥയിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അവിടെ പോയിട്ട് വിദ്യാഭ്യാസം നേടൂ അല്ലെങ്കിൽ സ്കൂളിൽ പോകൂ പഠിക്കൂ എന്നൊന്നും പറയുന്ന കാര്യമില്ല. മെയിൻ സാധനം ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് അവർക്ക് പട്ടിണിയാണ്. ഈ പട്ടിണി മാറാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു വിദ്യാഭ്യാസം അവർ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ അവർക്ക് മനസ്സിലാകുന്നൊരു കാലം വരും. ആ കാലം വരും വരേക്കും നമ്മൾ കാത്തിരിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് സഹായമാകുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം കഴിഞ്ഞ യാത്രയിൽ ഞാൻ തൻസാനിയയിൽ ഒരു സ്കൂൾ സന്ദർശിക്കാനിടയുണ്ടായി. ഈ സ്കൂളിലും പിന്നെ കുട്ടികൾക്ക് നമ്മളൊക്കെ സ്കൂളിൽ പണ്ട് പുസ്തകമൊക്കെ കവറിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുപോകുമായിരുന്നു. ഈ സ്കൂളിൽ കുട്ടികൾ ഇന്ന കൃത്യസമയത്ത് വരണം എന്നൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ പെൺകുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ കിണറുണ്ട്. ഈ കിണറിന് വെള്ളം മുക്കി കൊണ്ടുവരണം. വെള്ളം കൊണ്ടുവരാത്ത കുട്ടി ഈ സ്കൂളിൻ്റെ അവസാനത്തെ പീരീഡിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരണം. അവിടെ മെയിൻ സാധനം വെള്ളം ഇല്ല എന്നുള്ളതാണ് സ്കൂളിൽ. അല്ലാതെ കുട്ടി കറക്റ്റ് സ്കൂളിൽ വന്നോളണം എന്ന് അവർക്ക് നിർബന്ധമില്ല. അല്ലാതെ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ PTA മീറ്റിങ്ങും ഇടയ്ക്കിടയ്ക്ക് രക്ഷിതാവിനെ കൂട്ടിക്കൊണ്ടല്ലും പ്രോഗ്രസ് കാർഡ് ഒപ്പിള്ളും ഇങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ ഇല്ല. ഇവിടെ ആകെയുള്ള സാധനം കുട്ടികൾ സ്കൂളിലേക്ക് വെള്ളം എത്തിച്ചോളുക. അവിടുന്ന് സ്കൂളിൽ എന്താണോ മാഷിമാർ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് ഈ ഒരു സാധനം അത് ചിലപ്പം ബേസിക് സാധനം എന്തെങ്കിലേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളൊന്നും വളരെ ചുരുക്കം കിട്ടുള്ളൂ. ഈ ഒരു സാധനം മാത്രം പഠിച്ചുകൊണ്ട് ജീവിക്കുക. ഒരു 9-10 ക്ലാസ് വരെയൊക്കെ മാക്സിമം പോയ കുട്ടികൾ പഠിക്കും. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുന്ന ജോലിക്ക് പോകും. ഈ ഒരു സംവിധാനം ഇപ്പോഴും ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ സ്കൂളിൽ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം ചെയ്തു കൊടുത്തത് ഈ സ്കൂളിൽ ഒരു കിണർ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ പരിപാടി അപ്പോൾ അവിടെ തീരുമാനമായി. അപ്പോൾ പിന്നെ നെക്സ്റ്റ് പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസം പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത്രയും സമയം കൂടി ഇവരുടെ ടൈം ടേബിൾ അല്ലെങ്കിൽ ഇവരുടെ സിലബസിലേക്ക് ആഡായി. ഒരു പീരീഡ് ശരിക്കും വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു പീരീഡാണ്.
ആ പീരീഡ് അവിടെ തീർന്ന് പിന്നെ ആ ഒരു പീരീഡ് കൂടി ഇവർക്ക് വിദ്യാഭ്യാസമുള്ള സാധനമാണ്. അപ്പോൾ ആ ഒരു പീരീഡ് ഇവർ പിന്നെയും ക്ലാസ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ. അത് ഒരു സ്കൂൾ, ഇങ്ങനത്തെ ഒരു 1000, 10,000 ലക്ഷക്കണക്കിന് സ്കൂളുകൾ ഉണ്ട്. ഇത് ഗവൺമെൻറ് സ്കൂളുകളാണ്. ഗവൺമെൻറ് തിരിഞ്ഞു നോക്കൂല, ഗവൺമെൻറ് കയ്യിൽ പൈസ ഇല്ല, ഗവൺമെൻറ് പാപ്പരാസി. അപ്പം ഇനി നല്ല കുട്ടികൾ, നല്ല വിദ്യാഭ്യാസത്തോടു കൂടിയുള്ള കുട്ടികൾ വളർന്നു വരും. ആഫ്രിക്കയിൽ ഒരു മാറ്റം ഉണ്ടാകും. ഇവരാണ് ശരിക്കും ലോകത്ത് പല ഭാഗങ്ങളിലും എത്തിപ്പെടേണ്ട ആളുകൾ. നല്ല വെൽത്തുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല ശരീര സൗന്ദര്യമുള്ള, ഭൂമിക്കടിയിൽ ഇഷ്ടംപോലെ സോഴ്സുകളുള്ള, ഏറ്റവും ലോകത്തെ ഏറ്റവും പവർഫുള്ളായി ഭരിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ ഇവർ നമ്മൾ നിറത്തിൻ്റെ പേരിലും റേസിസത്തിൻ്റെ പേരിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും അടിച്ചമർത്തി അവിടെ ഇട്ടുക. ഇവർ ഉണർന്നു കഴിഞ്ഞാൽ ശരിക്കും വെസ്റ്റേണേഴ്സ് ഒന്നുമില്ല എന്നുള്ളതാണ്. അവർ ഉണർത്താതിരിക്കുന്നത് ഇവർക്ക് എന്തൊക്കെ സാധ്യതകൾ വിദ്യാഭ്യാസത്തിൽ ആയിട്ടുണ്ടോ അതെല്ലാം തടയിടുക എന്നുള്ളതാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരും ഈ ഒരു സംഭവം കൊണ്ടുവന്നിരില്ല. നല്ല വിദ്യ നേടൂ, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ വരട്ടെ, നല്ല അറിവുകൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കൊണ്ടുവന്നു തരില്ല. നമ്മളെന്തെങ്കിലും പഠിച്ച് വായിച്ച് നേടിയിട്ടുണ്ടോ, നമുക്കായിട്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടോ, അത് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഡിഗ്രി ഇല്ലാത്തതിൻ്റെ പേരിൽ വിസ നിഷേധിച്ച രാജ്യങ്ങൾ വരെയുണ്ട്. അവിടെയും വിദ്യാഭ്യാസത്തിനാണ് മുൻതൂക്കം. ഞാൻ അവരോട് പറയും, ഞാൻ 25, 30 രാജ്യങ്ങൾ പോയി എനിക്ക് നിങ്ങളുടെ രാജ്യത്ത് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയല്ല. അവരുടെ മെയിൻ സാധനം ഇതാണ്, ഈ സംഗതി ഉണ്ടോ എങ്കിൽ വരാമെന്നുള്ളത്. അപ്പം ഈ സാധനമാണ് ഏറ്റവും പ്രയോറിറ്റി. അപ്പം നമ്മളെപ്പോഴും വിദ്യാർത്ഥിയായിക്കൊണ്ടിരിക്കുക, നമ്മളെപ്പോഴും മരണം വരെ വിദ്യാർത്ഥിയായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, തേടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും അറിയാത്ത പല കാര്യങ്ങളും ഈ യാത്രയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അത് ചിലപ്പം എൻ്റെ അത്ര യാത്രാ പരിചയമില്ലാത്ത ആൾ കൂടി ചിലപ്പോൾ എനിക്ക് ചോദിക്കേണ്ടി വരും. അപ്പം അതും ഞാൻ അറിവ് നേടുക മാത്രമാണ് ചെയ്യണത്. എൻ്റെ സമയം ശരിക്കും പരിമിതമാണ്, കുറേ ഏറെ പറയാനുണ്ട് എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം സമയമുണ്ടോ? കുറച്ച് സമയം കൂടി കിട്ടി കേട്ടോ. അപ്പം ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള സോഴ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതെങ്ങനെയൊക്കെ മുതലാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ മാക്സിമം മുതലാക്കുക. അത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെയും കൂളായിട്ട് കയറി ചെല്ലാം, സംസാരിക്കാം. ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാനൊരു 4-5 വർഷം ദാറുൽ വിദ്യാർത്ഥിയായിരുന്നു. നമുക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്. അതായത് 4 ആളെ ഇടയിൽ എണീറ്റ് നിന്നിട്ട് സംസാരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ ബോൾഡായിട്ട് സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് കലർത്തിയൊക്കെ സംസാരിക്കുക, ഇടമുറിയാതെ സംസാരിക്കാൻ പറ്റുക. ഈ ഒരു വില്ലിംഗ് പവർ ഇങ്ങനെ അവിടെ ഒരു 5ാം ക്ലാസ് വരെ നമുക്ക് എല്ലാ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇടമുറിയാതെ സംസാരിക്കാൻ പറ്റണം. ആദ്യമൊക്കെ നമുക്ക് 4 ആളുടെ ഇടയിൽ എണീറ്റ് എന്ന് പറയാൻ പേടിയാണ്. നമ്മൾ ലക്ഷങ്ങളോട് സംസാരിക്കും, പക്ഷെ അത് ക്യാമറൻ്റെ മുന്നിൽ നിന്നിട്ട് മാത്രമാണ്. നേരെ മുന്നിൽ ആരും ഉണ്ടാവില്ലല്ലോ. നമുക്ക് എത്ര 1000 ആളുകളോട് വേണമെങ്കിലും സംസാരിക്കാം. ഇതെല്ലാം ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ലക്ഷങ്ങൾ കാണുള്ളൂ. മുഖാമുഖന്മാരോട് എനിക്കൊന്നും സംസാരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ 4 ആളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാനുള്ളൊരു വില്ലിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനം എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ ഈ വേദിയിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതുമായ സാധനം, വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് പെറുക്കിയെടുത്തോളൂ ധൈര്യമായിട്ട്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും. ഇത് ശരിക്കും ഒരു ക്ലീശേ ഡയലോഗാണ്. എല്ലാവരും വന്നിട്ട് വിദ്യാഭ്യാസിക്കോ പഠിച്ചാലേ നേടാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ അത് ജീവിതത്തിൽ അതുകൊണ്ട് നല്ല അനുഭവങ്ങളും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഈ സാധനം നമ്മളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 4 ആളുടെ ഇടയിൽ ഒന്നുമല്ലാതാകും. നമ്മൾ നിറത്തിലോ പണത്തിലോ ഒന്നും ഒരു കാര്യമില്ല. ഈ ഒരു സാധനം, അറിവ്, 4 ആളുടെ ഇടയിൽ നിന്നിട്ട് നമ്മളും അതിൽ ഒരാളായി സംസാരിക്കാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന വിഷയത്തിൽ ഒരു പങ്കാളിയെ സംസാരിക്കാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന മാറ്റർ നമുക്കറിയാതെ പോകും. അപ്പം അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു വില്ലിംഗ് പവർ നമ്മുടെ കയ്യിലേക്ക് വരും കാലം വരെയും പഠിച്ചുകൊണ്ടിരിക്കുക, എന്നും വിദ്യാർത്ഥിയായിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വേദിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ സർക്കിറ്റ് പോവുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, വെറുതെ പൈസ ഇട്ടാളാൻ വേണ്ടി ഇങ്ങനെ പോവുക എന്നുള്ള സംഭവത്തിൽ ഇങ്ങനെ തുടങ്ങിയൊരു യാത്രയായിരുന്നു. പല ആളുകളും അതിനെ അങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ പൈസ ഇട്ടാളാൻ വേണ്ടി ചെയ്യുന്ന യാത്രകൾ എന്നുള്ള രീതിയിൽ നിന്ന് മാറി ആ ഒരു ഈ മേഖലയിൽ തന്നെ സഞ്ചരിച്ച് യാത്ര ചെയ്തൊരു സഞ്ചാരിയായി ഇങ്ങനൊരു വേദിയിൽ നിന്ന് സഞ്ചാരിയായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മുന്നിൽ ആത്മാഭിമാനത്തോടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നൽകിയ സന്തോഷമാണ്, നിങ്ങൾ നൽകിയ ആദരവാണ്. നന്ദി, നമസ്കാരം.
അസ്സലാമു അലൈക്കും.